ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ന്യൂസ്. അപ്പോൾ ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പഴയ ജീൻസൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പഴയ ജീൻസ്, പഴയ തുണികൾ ഏതായാലും നമുക്ക് പറ്റും കേട്ടോ. ഇപ്പോൾ എനിക്ക് കൈ കിട്ടിയത് പഴയ 2 ജീൻസ് ഉണ്ടായിരുന്നു. പാകാവാതെ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചവിട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കൈപ്പണിയും കൊണ്ടാണ്, വിഷയം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനത് ഒരേ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിൽ അങ്ങനെ ഒരേപോലെ മുറിച്ചെടുത്തിട്ട് നമ്മളത് മടയാണ് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചരടൊക്കെ മടയണ പോലെ കാലിൻ്റെ തള്ളവിരലിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യൂലേ, ഞാൻ അങ്ങനെയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് മടയുന്നത്. അതൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല വീഡിയോ, കാരണം ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ട്. പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. ഞാനൊരു ചവിട്ടി അതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് സക്സസ് ആയി തോന്നി. അപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ടൈൽസിലിടുമ്പോൾ ചവിട്ടിയാൽ വീഴൊന്നുമില്ലല്ലോ, കട്ടിയിൽ അങ്ങനെ കടന്നോളും ജീൻസിൻ്റെ കൊണ്ട്. അപ്പോൾ അത് 3 അങ്ങനെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ തലപ്പ് ഒരു ചെറിയ നാരും കൊണ്ട്, അതിൻ്റെ തന്നെ ചെറിയ നാരും കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ മടഞ്ഞിട്ട് നല്ല മുറുക്കി നമ്മൾ മടഞ്ഞിട്ട് അതിൻ്റെ മറ്റേ അറ്റം അതുപോലെ തന്നെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി ബാക്കി മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കണം. അതുപോലെ ഒരു ജീൻസ് ഉള്ളത് വെള്ളയാണ് കേട്ടോ. അപ്പോൾ 2 കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് 2 ഞാനിങ്ങനെ തുന്നാണ് കേട്ടോ. നമ്മൾ കയ്യിൽ സൂചി നൂലും വെച്ചിട്ട് തുന്നാണ്. അപ്പോൾ വെള്ളയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, മടഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മറ്റതും 2 ഇതും അങ്ങനെ ഇട കലർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റേതിൻ്റെ അത്ര നീളം എനിക്കിത് കിട്ടിയില്ല കേട്ടോ. 2 പാൻറ്റിൻ്റെയും മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയും കൂടിയാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ മടയുന്നത്. ഈ വെള്ള ജീൻസ് പറയുമ്പോൾ ഇത് മടയാനോ ഇത് തുന്നാനോ എനിക്ക് ഒരു പ്രയാസം തോന്നിയില്ല കേട്ടോ. ഈ സ്പീഡിൽ പറ്റുന്നുണ്ട്. വലിയ സൂചിയുള്ളൂ കയ്യിൽ, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇപ്പോൾ തൽക്കാലം മെഷീൻ ഒരു 4 മടക്കിലാണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ മറ്റേ ജീൻസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ തുന്നാൻ. അപ്പോൾ ഞാനിത് ഫുള്ള് ഇപ്പോൾ തന്നെ വീഡിയോയിൽ കാണിക്കണമെന്നില്ല, ഞാൻ സാവധാനം ഇത് ചെയ്തെടുക്കുള്ളൂ. കാരണം കയ്യമ്മ സൂചിയൊക്കെ കുത്തി കയറിയിട്ട് നല്ല വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ സാവധാനം മെല്ലെ കുറേശ്ശെയായിട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു ചവിട്ടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം. നമ്മൾ ഇത് വെറുതെ അല്ല ഇപ്പോൾ ഈ പണിയെടുക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് മടയുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ തുന്നി ഉണ്ടാക്കണതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് നീളത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അത് നല്ല കട്ടിയിൽ നമ്മൾ തുന്നിയെടുക്കണം കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. അപ്പോൾ നമ്മളൊരു ലേസൊക്കെ അല്ലേ, ഈ കുപ്പായത്തിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുന്ന ലേസിൻ്റെ ഒക്കെ ഒരു ഭംഗി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എനിക്ക് എല്ലാം തുന്നിയെടുക്കണം. ഞാനെല്ലാം മടങ്ങി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, വെട്ടാനൊക്കെ ആയിട്ട് ഇത് ഒത്തിരി വലുതാക്കി ചെയ്തെടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ ചവിട്ടിയാണിത്. ഇത് കുഞ്ഞീതാണ് കേട്ടോ, ഈ കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല. പക്ഷേ ആ സംഗതി സൂപ്പറാണ്, നല്ല സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു ജോലിയാണ് കേട്ടോ അത്. നല്ല ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടിയുള്ള നൂലൊക്കെ ഇനി വാങ്ങാൻ കിട്ടും ബട്ടൺ ഹൗസിലൊക്കെ പോയാൽ. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ മെഷീൻ നൂല് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് ബട്ടൺ ഹൗസിൽ പോകുമ്പോൾ വാങ്ങിയിട്ട് വീര പോലത്തെ നൂല് വാങ്ങിയിട്ട് ഒന്നും കൂടി തുന്നി പിടിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്